ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ വേദനാജനകവും സത്യവിരുദ്ധവുമാണെന്നും തികച്ചും അവാസ്തവമായ ചില പ്രചരണങ്ങൾ നടക്കുന്നുവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിലോ സമർപ്പിച്ച റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചിലവഴിച്ചു എന്ന ഒരു പരാമർശവുമില്ല. വട്ടിയൂർക്കാവ് സീറ്റിലെ മത്സരമുറപ്പിച്ച് കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തെ നിലപാട് അറിയിച്ചു. മുരളിയുടെ പേരുയർന്നത് നിരവധി മണ്ഡലങ്ങളിലാണ്. ഒടുവിൽ സീറ്റിൽ തീരുമാനമായി. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ തന്നെ ഇറങ്ങും. പഴയ തട്ടകത്തിലേക്ക് പോരിന് മുരളി തീരുമാനമെടുത്തു. ഇതോടെ വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരം ഉറപ്പായി. പ്രചാരണ സമിതിയും പ്രകടന പത്രിക സമിതിയും പ്രഖ്യാപിച്ച് വളരെ വേഗം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിലും ചടുലമായ നീക്കമാണ് നടത്തുന്നത്. കൊട്ടാരക്കരയിൽ 14-കാരനെ കാണാനില്ലെന്ന് പരാതി. ചരുവിള പുത്തൻ വീട്ടിൽ ആദിൽ മുഹമ്മദിനെയാണ് കാണാതായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പള്ളിയിലേക്ക് പോയതായിരുന്നു കുട്ടി. പിന്നീട് നിസ്കാരം കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല എന്നാണ് വിവരം. അതേസമയം കുട്ടി പള്ളിയിൽ നിന്നിറങ്ങി ഓട്ടോയിൽ ആലഞ്ചേരിയിൽ ഇറങ്ങിയെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ആലഞ്ചേരിയിൽ നിന്ന് വേറെ ആരെയും കുട്ടി കണ്ടില്ല. രാത്രി 9 മണിക്ക് കോട്ടാത്തല അമ്പലത്തിന് സമീപം കുട്ടി ഭക്ഷണം വാങ്ങിക്കുന്നതും കണ്ടവരുണ്ട്. രാവിലെ മടവൂരിൽ വെച്ച് കണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചു. തൃശൂരിൽ ആരോഗ്യ പ്രവർത്തകരുടെ കണ്ണുവെട്ടിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു ചാടിയ രോഗി അക്രമം അഴിച്ചുവിട്ടു. നാട്ടിലിറങ്ങിയ രോഗി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. നേപ്പാൾ സ്വദേശി സൂരജാണ് ആക്രമണം നടത്തിയത്. ആലുവയിൽ നിന്നെത്തിയ രോഗി ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് തടവ് ചാടിയത്. കോട്ടപ്പുറത്ത് ചൈതന്യ കോളേജിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീട്ടിലേക്കാണ് ഇയാൾ ആദ്യം ഓടിക്കയറിയത്. ഇത് പ്രതിരോധിക്കാൻ ശ്രമിച്ച വീട്ടുടമയായ മുരളി എന്നയാളെ സൂരജ് ആദ്യ കുത്തി. പിന്നാലെ പടിഞ്ഞാറേക്കോട്ടയിലെത്തി. ഇവിടെ യുവാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ബെന്നി വിൽസൺ, അജിത്ത് എന്നീ യുവാക്കളെയും കുത്തുകയായിരുന്നു. പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് മോഷണം പോയത് 100 കിലോയിലേറെ ഭാരമുള്ള ആനക്കൊമ്പുകൾ. സൈനിക ക്യാമ്പിനകത്ത് നിന്നുള്ള വ്യക്തി തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അന്വേഷണത്തിൽ ക്യാമ്പിൽ ഒരു ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികളുടേതെന്ന് സംശയിക്കുന്ന വിരലടയാളം പോലീസ് ശേഖരിച്ചു. പുറത്തുനിന്നെത്തിയവരെ ചോദ്യം ചെയ്തിട്ടും പ്രതികളുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന സൂചന. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.